ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പരീക്ഷണം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരീക്ഷണത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരീക്ഷണത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? വൈദ്യുത ഊർജം വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോൾ വെള്ളം ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കപ്പെടുന്നത് തെളിയിക്കലാണ് നമ്മുടെ പരീക്ഷണത്തിന്റെ ലക്ഷ്യം. നമ്മുടെ പരീക്ഷണത്തിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? വെള്ളം, ഒരു ഗ്ലാസ്, ഒരു സ്പൂൺ, രണ്ടറ്റവും കുറിപ്പിച്ച 2 പെൻസിലുകൾ, ഉപ്പ്, കാർഡ്ബോർഡ് കഷ്ണം, ബാറ്ററി. ഇനി നമുക്ക് പരീക്ഷണം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഉപ്പിട്ട് നന്നായി ഇളക്കി ചേർക്കുക. ഒരു കാർഡ്ബോർഡ് കഷ്ണമെടുത്ത് നിശ്ചിത അളവിൽ ദ്വാരമിട്ട് പെൻസിലുകൾ അതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. കാർഡ്ബോർഡ് കഷ്ണത്തിന്റെ മധ്യത്തിലാവുന്ന രീതിയിലാണ് പെൻസിലുകൾ വെക്കേണ്ടത്. പെൻസിൽ കടത്തിവിട്ട കാർഡ്ബോർഡ് കഷ്ണം ഗ്ലാസ്സിൽ വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ വയ്ക്കുക. ശേഷം ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് ഭാഗങ്ങൾ പെൻസിലുകളുടെ അറ്റങ്ങളിലായി ഘടിപ്പിക്കുക. ശേഷം അല്പനേരം നിരീക്ഷിക്കുക. കുറച്ചു സമയത്തിനു ശേഷം പെൻസിലുകളുടെ അറ്റങ്ങളിൽ നിന്ന് കുമിളകൾ ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ പെൻസിൽ ബാറ്ററിയിൽ നെഗറ്റീവ് ഭാഗത്തായി ഘടിപ്പിച്ച പെൻസിലിൻ്റെ അറ്റത്തു നിന്നും കൂടുതൽ കുമിളകൾ ഉയരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ചെയ്ത പരീക്ഷണത്തിന്റെ നിഗമനം നോക്കിയാലോ? വൈദ്യുത ഊർജത്തിന്റെ സ്വാധീനത്തിൽ വെള്ളം ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളായി വിഭജിക്കപ്പെടുന്നു. നെഗറ്റീവ് ഭാഗത്ത് ഹൈഡ്രജനും പോസിറ്റീവ് ഭാഗത്ത് ഓക്സിജൻ വാതക കുമിളകളും ഉണ്ടാവുന്നു. ഞങ്ങളുടെ ഈ കൊച്ചു പരീക്ഷണം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.